ലോകത്തെ എമ്പാടും മാറ്റിമറിക്കാൻ പോകുന്ന രൂപത്തിലുള്ള ഒരു കണ്ടുപിടുത്തം ജപ്പാൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ് കറണ്ട് എന്ന് പറയുന്ന നമ്മുടെ ബൾബുകൾക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ആകാശത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണിപ്പോൾ ജപ്പാനിലെ സയൻറ്റിസ്റ്റുമാർ ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അത് ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ പറയുന്നത് ലോകത്ത് ഇനിയൊരു പുനരുപയോഗ എനർജി ഇതിനേക്കാൾ അപ്പുറം കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള ആളുകൾക്കും വളരെ തുച്ഛമായ പൈസക്ക്, അഥവാ ഒരു യൂണിറ്റിന് 1 പൈസയിൽ താഴെ, അഥവാ ഇന്ത്യൻ പൈസയുടെ 1 പൈസയിൽ താഴെ നൽകാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ പരീക്ഷണാത്മകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും കൃത്യമായി അത് 5 കൊല്ലം കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ജപ്പാൻ എഞ്ചിനീയർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് രാത്രിയുടെ ആ ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ കൃത്യമായി വയർലെസ് സംവിധാനത്തോടുകൂടി ഒരു വയർലെസ് ട്രാൻസ്മിഷനോടുകൂടി സംവിധാനിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സാധ്യമാവുകയാണ് ലോകം ഭരിക്കാൻ പോകുന്നത് അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ ഒന്നുമല്ല, ജപ്പാനായിരിക്കും. ഏറ്റവും കൂടുതൽ പവർ സപ്ലൈ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരായിരിക്കും ലോകത്തിന് വെളിച്ചം നൽകാൻ ഏറെ മുൻപന്തിയിൽ വരിക. അവരോടായിരിക്കും ഡിമാൻഡ്സുകൾ കൂടുക. അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തം വിജയകരമായി കൊണ്ടുവരാൻ ജപ്പാന് സാധിക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം. ഇതിൻ്റെ ചെറിയൊരു പ്രോട്ടോടൈപ്പ് ടെസ്ല പണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. ടെസ്ല എന്താണ്, ഐൻസ്റ്റീൻ എന്താണെന്നുള്ള ഒരു കഥ നമ്മൾക്കൊക്കെ മുമ്പിൽ വന്നതാണ്. അതിൽ തന്നെ ഐൻസ്റ്റീൻ എന്ത് പണിയാണ് ഒപ്പിച്ചത്, ടെസ്ല ആരാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അദ്ദേഹം വയർലെസ് സംവിധാനമായിട്ട് ഭൂഖണ്ഡാന്തര ട്രാൻസ്മിഷൻ അന്ന് നടത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു നാട് മുഴുവൻ കത്തിപ്പോയപ്പം അത് പിന്നീട് വേറെ രൂപത്തിൽ അതിനെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സാധ്യതകൾ ഒന്നുകൂടിയും പുനരുപയോഗിച്ചുകൊണ്ട് ആ സാധ്യതകളെ തേടിക്കൊണ്ട് തന്നെയാണ് ബഹിരാകാശത്ത് നിന്ന് താഴെ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് ഒരു വയർലെസ് സംവിധാനത്തോടുകൂടെ തന്നെ ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ ഒരു ഇന്ധനച്ചെലവില്ലാതെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും ഭൂമിയിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിലുള്ള ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജപ്പാൻ പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിജയിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ പൈസക്ക് നമുക്ക് കറണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പ് നൽകാൻ പറ്റും. ഏതായിരുന്നാലും ഒരു വേറിട്ട വിഷയമാണ്. കണ്ടപ്പോൾ ഒരു ആശ്ചര്യം തോന്നി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.